ഹലോ എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ ടെൻസുകളെ കുറിച്ച് പഠിക്കായിരുന്നു, കാലങ്ങളെ കുറിച്ച് പഠിക്കായിരുന്നു. നമ്മൾ പ്രസൻറ്റ് ടെൻസ് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു റീക്യാപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, യൂണിവേഴ്സൽ ട്രൂത്തുകൾ, പിന്നെന്താ ചേഞ്ച് ഇല്ലാതെ നിൽക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് എന്തായാലും സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയാറ്. അതിൻ്റെ എന്തൊക്കെയായിരുന്നു ചില റൂളുകൾ എന്തൊക്കെയായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ ബേസിക് ഫോം, അത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് ഓർ ഇ എസ് ചേർക്കണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്, ഇത് പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർക്കണ്ട, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർക്കണം. എന്തിൻ്റെ ഒപ്പം? വെർബിൻ്റെ ഒപ്പം. ഓക്കെ. എന്നാൽ ഐ എന്ന സബ്ജക്റ്റ് വരുവാണെങ്കിൽ അത് പ്ലൂറലായി കണ്ട് നമ്മൾ എസ് ഓർ ഇ എസ് ഒഴിവാക്കണം. എന്നിവയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ്സിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന അടുത്ത രണ്ടാമത്തെ പ്രസൻറ്റ് ടെൻസിലുള്ള രണ്ടാമത്തെ ഒരു ഡിവിഷനാണ്, രണ്ടാമത്തെ ഒരു ടെൻസാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം എല്ലാ ടെൻസിലെ എല്ലാ കാലങ്ങളും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ടെൻസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ഈ മൂന്നെണ്ണവും എന്തായിട്ട് പിന്നെയും നാലെണ്ണമായിട്ട് തരംതിരിക്കുന്നുണ്ട്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് ഈ മൂന്ന് ടെൻസുകളും നാലെണ്ണമായിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റ് ഇനി പാസ്റ്റിൽ വരുമ്പോഴും ഫ്യൂച്ചറിൽ വരുമ്പോഴും ഈസിയാണ് പഠിക്കാൻ. അതുകൊണ്ട് പ്രസൻറ്റ് ടെൻസ് നല്ല ശ്രദ്ധയോടെ, നല്ല സീരിയസ് ആയിട്ട് ഇരുന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. മറ്റേതും സീരിയസ് ആയിട്ട് തന്നെ ഇരിക്കുക. എന്നാലും ഇത് കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഈസി ആയിട്ട് അതിൻ്റെ ഒരു വെർബിൻ്റെ മാറ്റം, മീനിങ്ങിൽ വരുന്ന മാറ്റം ഒക്കെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ പറയുന്ന സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്ന ഒരു വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹീ വാക്ക് ഹോം എവറി ഡേ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും വീട്ടിലേക്ക് നടന്നു പോകുന്നു, അല്ലെങ്കിൽ നടന്നാണ് പോകുന്നത്. അത് എല്ലാ ദിവസവും സൂചിപ്പിക്കുന്ന, എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ഹീ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്ന സമയത്ത് ക്രിക്കറ്റ് കളിക്കുന്നു എന്നല്ല, അയാൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാം, അയാൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ് എന്നുള്ളതാണ്. അപ്പോൾ കളിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പരിശീലിക്കുന്നു, ഇതാണ് അവിടുത്തെ ഒരു വെർബിൻ്റെ ഫോം. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ, ഈ കണ്ടിന്യൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. അതെന്താണ്? ഒരു തുടർച്ച എന്നുള്ളതാണല്ലേ. തുടരുന്നു എന്നാണ് കണ്ടിന്യൂസിൻ്റെ അർത്ഥം. അതായത് ഒരു പ്രവൃത്തി ഇപ്പം നമ്മൾ ചെയ്യുകയാണ്, അതൊരു ഇച്ചിരി നേരം നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ തുടർന്ന് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ്. അതായത് ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് നമ്മളൊരു കാര്യം തുടങ്ങിയിട്ട് അത് കുറച്ച് കാലം നമ്മളത് പറയുന്ന സമയത്തും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. ഇപ്പോൾ ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ക്രിക്കറ്റ് കളിക്കുമോ, അല്ലെങ്കിൽ സ്പോർട്സിനെ പറ്റി വല്ല വിവരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ പറയുന്ന സമയത്ത് ബാറ്റും പിടിച്ച് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നിൽക്കല്ല. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ക്രിക്കറ്റൊക്കെ അറിയാം, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സ്ഥിരമായി ഒക്കെ ക്രിക്കറ്റൊക്കെ ഓഫൺ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ് എന്നാണ് അർത്ഥം. എന്നാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുമ്പോൾ എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതായത് ഞാൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ നമ്മളിപ്പോൾ ഈറ്റ് എന്ന് പറയുന്ന ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റിൽ അത് കഴിക്കുന്നു എന്നാണെങ്കിൽ, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് ആ വെർബിൻ്റെ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് തുടരാം. ആദ്യം എന്താ പറയുന്നത്? ആദ്യം ഇതിൻ്റെ സെൻറ്റൻസ് ഫോമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടു സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷിലെ ഒരു സെൻറ്റൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോം. അതിനെപ്പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായും ആദ്യം ആ സിമ്പിൾ പ്രസൻറ്റിനെ കുറിച്ചിട്ടുള്ള തുടക്കത്തിലുള്ള നമ്മുടെ ടെൻസുകളുടെ തന്നെ ആദ്യത്തെ ആ ക്ലാസ് പോയി കാണണം. എന്നിട്ടാണ് ഇത് വന്ന് കാണേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബന്ധമില്ലാത്ത പോലെയാവും. ഓക്കെ. അപ്പോൾ ഈ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫോം,
ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂറ്റിനെ കാണിക്കുന്ന ഒരു പദം കൂട്ടിച്ചേർക്കണം. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈസ്, ആം, ആർ എന്നുള്ളത്. ഈസ്, ആം, ആർ. അതെന്താ? ഇത് മൂന്നിനും ഒരേ അർത്ഥം തന്നെയാണ്. മൂന്ന് ആകുന്നു എന്നുള്ളതാണ് അർത്ഥം. ബീയിങ്ങിൻ്റെ 3 ഫോമുകളാണിത്. അതായത് ബീയിങ്, ആയിരിക്കുക എന്ന് പറയുന്ന ആ ഒരു അർത്ഥമാണ് ഈസ്, ആം, ആർ. അത് സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് ഓരോന്നിനോട് ചേരുക. വളരെ കോമൺ ആയിട്ട് നമുക്കറിയാം, സിംഗുലറിൻ്റെ കൂടെ ഈസ് ചേരും, പ്ലൂറലിൻ്റെ കൂടെ എന്ത് ചേരും? ആറ് ചേരും. എന്നാൽ ഐയുടെ കൂടെ എന്ത് ചേരും? ആം ചേരും. ഐക്ക് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ചില സ്ഥാനങ്ങൾ ചില സമയങ്ങളിൽ നമ്മൾ ഈ ഇംഗ്ലീഷ് ഗ്രാമറിൽ കൽപ്പിച്ച് കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതെന്താ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരങ്ങളൊക്കെ ഉണ്ട്. ചില ആൾക്കാർ പറയും അത് ഭാഷയിൽ അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു. അതൊരു റീസൺ തന്നെയാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷ മറ്റ് പല യൂറോപ്യൻ ഭാഷ, സ്കാൻഡിനേവിയൻ ഭാഷകളും ഒക്കെ ആയിട്ട് വളരെയധികം, പിന്നെ ക്ലാസിക്കൽ ഭാഷകളായിട്ടുള്ള ലാറ്റിനും ഗ്രീക്കും ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിൻ്റെ പേരിലാണ് അങ്ങനെയുള്ള പല വ്യത്യാസങ്ങൾ. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ്, പരീക്ഷകളിൽ ഒരു മാർക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ നമ്മുടെ ഫ്ലുവൻസി കൂട്ടണം, ഇതൊക്കെയാണല്ലോ നമ്മുടെ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സിംഗുലർ ആണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ്ലി ഈസ് ചേർക്കണം. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ആർ ചേർക്കണം. ഐ ആണ് വരുന്നത്, ആം ചേർക്കണം. എന്നാലും ചോദ്യം ചോദിക്കട്ടെ, ഐ ആം ഉഷ എന്നുള്ളൊരു സെൻറ്റൻസ് ആണല്ലോ. ഐ ആം ഉഷ, അല്ലെങ്കിൽ മൈ നെയിം ഈസ് ഉഷ എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ള ഒരു സെൻറ്റൻസ് അല്ല. കാരണം ഐ ആം ഉഷ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു മെയിൻ വെർബ് നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ട് കാണാൻ പറ്റും. ഒരു സോളിഡായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന, അല്ലെങ്കിൽ ടോക്കിംഗ്, ജമ്പിങ്, റണ്ണിങ് അങ്ങനെയുള്ള ഒരു മെയിൻ വെർബ് ഇവിടെ കാണില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആം എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് ഇവിടെ എസ് ചേർക്കില്ല. അപ്പോൾ ഐ ആം ഉഷ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള എന്താണ്? സെൻറ്റൻസ് ആണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. വെർബിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ വെർബ് വെറുതെ അല്ല, കണ്ടിന്യൂസ് ഫോം കാണിക്കുന്ന ING ഫോം ഉണ്ട്. വെർബിൻ്റെ ING ഫോമിൻ്റെ ഒപ്പം അതിക്ക് മുന്നായിട്ട് ഈസ്, ആം, ആറ് സബ്ജക്റ്റിനനുസരിച്ച് ഏതെങ്കിലും ഒന്ന് വരികയും അതിനുശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ഫോമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ്, ആം, ആറ് കണ്ട ഉടനെ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് എന്ന കൺക്ലൂഷനിലേക്ക് വരുത്തരുത്. മെയിൻ വെർബിൻ്റെ ING ഫോം വേണം. V1ൻ്റെ കൂടെ ING ഫോം വരണം. അതിന് തൊട്ട് മുന്നേ ഈസ്, ആം, ആറ് സബ്ജക്റ്റിനനുസരിച്ച് ഏതെങ്കിലും ഒന്ന് വരണം. പിന്നീട് ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതുണ്ടാവണം എന്നുള്ളതാണ് സെൻറ്റൻസ് ഫോം. എന്തിൻ്റെ? പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ. വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ആം, ഈസ് ഒക്കെ വരുമ്പോൾ. അതുപോലെ തന്നെ ഹീ ഈസ് എ ബോയ് എന്നൊക്കെ പറയുമ്പോൾ ഈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെയിൻ വെർബില്ല. അപ്പോൾ അവിടെ ഈസ് ഒരു മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതെന്താ? അതൊരു സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ്. സെൻറ്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിൽ കിടക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താ ഡിനോട്ട് ചെയ്യണേ? ആക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ഇപ്പോൾ ഞാൻ സംസാരിക്കാം, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഇച്ചിരി സമയം നീണ്ടു നിൽക്കുകയും ചെയ്യും. പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു, ചാടിക്കൊണ്ടിരിക്കുന്നു, കളിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കണ്ടിന്യൂറ്റിനെ സൂചിപ്പിക്കുന്ന വെർബ് ആക്ഷനെയാണ് എന്ത്? പ്രസൻറ്റ് കണ്ടിന്യൂസ്. ആ ആക്ഷൻ ഏത് കാലത്തിൽ നടക്കണം? അത് പ്രസൻറ്റ് കാലത്തിൽ, അതായത് പ്രസൻറ്റ് ടെൻസിൽ നടക്കണം, വർത്തമാനകാലത്തിൽ നടക്കണം. ഓക്കെ, അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റിൽ കഴിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, പാടുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയുമ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നു, ഇരുന്നു കൊണ്ടിരിക്കുന്നു, തിന്നുകൊണ്ടിരിക്കുന്നു, ചാടിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയായി മാറും. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്തത്, അപ്പോൾ ഞാനിവിടെ ഉദാഹരണം പറഞ്ഞിട്ട് ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഐ ആം എൻ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം അല്ല, അത് ഒരു സിമ്പിൾ പ്രസൻറ്റിലുള്ള സെൻറ്റൻസ് ആണ്. ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഐ നോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സിമ്പിൾ പ്രസൻറ്റിലുള്ള സെൻറ്റൻസ് ആണ്. അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക്
ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ അത് ചോദിക്കാവുന്നതാണ്. നമ്മൾ പറ്റുന്ന പോലെയൊക്കെ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മളതിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന പ്രസൻറ്റ് ടെൻസിൽ അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ നടക്കുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ അതിന് മറ്റ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. അതെന്താണ്? ടു എക്സ്പ്രസ് എൻ ആക്ഷൻ ഇൻ നിയർ ഫ്യൂച്ചർ. അതായത് ഒരു നിയർ ഫ്യൂച്ചർ, അതായത് ഒരു തൊട്ടടുത്തൊരു ഭാവിയിൽ അല്ലെങ്കിൽ നിശ്ചിതമായൊരു സമയത്ത്, ഭാവി സമയത്ത്, തൊട്ടടുത്തൊരു നിയർ ബൈ ഫ്യൂച്ചറിൽ ആ കാര്യം നടക്കും, സംഭവിക്കും, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെയും ഒരു കണ്ടിന്യൂറ്റി വേണം കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നാളെ ഞാനൊരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഞാനത് ചെയ്യും. ഐ ആം ഗോയിങ് ടു റൈറ്റ് എ ലെറ്റർ ടുമോറോ ദിസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്ത് നാളെ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എനിക്കറിയാം നിയർ ഫ്യൂച്ചറിൽ ഞാനത് ചെയ്യും. ആ ചെയ്യുന്നത് ഒറ്റ പോയിന്റിൽ ഞാൻ ചെയ്ത് തീർക്കല, അതൊരു ചെറിയ കണ്ടിന്യൂറ്റി ഉണ്ടാവും. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഐ ആം ഗോയിങ് ടു ഹാവ് ആൻ ഐസ്ക്രീം. കാരണം ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയടിക്കാണ്ട് വിഴുങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ, ഞാൻ കുറച്ച് നേരെ അടുത്തായിരിക്കും ഐസ്ക്രീം കഴിക്കുന്നത്. അപ്പോൾ ഐ ആം ഗോയിങ് ടു ഹാവ് ആൻ ഐസ്ക്രീം. ഐ ആം ഗോയിങ് ടു വിസിറ്റ് ദ ഓഫീസ് നെക്സ്റ്റ് മന്ത്. ഐ ആം ഗോയിങ് ടു പ്ലേ ക്രിക്കറ്റ് ഒരു ഇച്ചിരി സമയമൊക്കെ ഉണ്ടാവില്ലേ, ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തിങ്ങോ വരാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ നിയർ ബൈ ഫ്യൂച്ചറിൽ അത് നടക്കും എന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ആ കാര്യം, കണ്ടിന്യൂസ് കാര്യം ഞാൻ എന്ത് ചെയ്യാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഞാൻ പറയുകയാണ്. ഓക്കെ, ഇനി അടുത്ത യൂസേജ് എന്താണ്? ടു എക്സ്പ്രസ് എ ചേഞ്ച് ഇൻ ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓർ സിറ്റുവേഷൻ ഇൻ ടു അനദർ. അതായത് ഇപ്പോൾ ഉള്ളൊരവസ്ഥ മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നു. ആ ചേഞ്ചിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടോ, ആ ചേഞ്ചിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം വെർബ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ആ ഒരു ടെൻസിൻ്റെ ഫോം ഉപയോഗിക്കും. ഹീ ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കോംപ്ലിക്കേറ്റഡ്. കണ്ടോ, ഇവിടെ വരുന്ന ഒരു വാക്കാണ് ഗെറ്റിംഗ് എന്ന് പറയുന്നത്. ഹീ ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കോംപ്ലിക്കേറ്റഡ്. ഇവിടെ ഈ കോംപ്ലിക്കേറ്റഡ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നും, ഇത് പാസ്റ്റ് ഫോമിലുള്ളൊരു സംഭവം. പക്ഷേ ഇതിൻ്റെ ഓവറോൾ അർത്ഥം നിങ്ങൾ എടുത്ത് നോക്കിയേ. ഹീ ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കോംപ്ലിക്കേറ്റഡ്. അവൻ്റെ അവസ്ഥ പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അത് കിടക്കണേ. ഗെറ്റിംഗ് എന്നുള്ള വാക്കിൻ്റെ പ്രാധാന്യം എവിടെയാണ്? ഹീസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കോംപ്ലിക്കേറ്റഡ്. കാർസ് ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ കോസ്റ്റ്ലിയർ ഡേ ബൈ ഡേ. കണ്ടോ, മോർ ആൻഡ് മോർ, ഡേ ബൈ ഡേ, ബിക്കമിങ്, ഈ വക വാക്കുകളൊക്കെ വരും. നമുക്കറിയാം, ഒരു സ്റ്റേറ്റസിൽ നിന്ന്, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ചേഞ്ച്, അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം ഉപയോഗിക്കും. അത് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുകയാണ്. ഈ എക്സാമിനൊക്കെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇതുപോലത്തെ സെൻറ്റൻസുകൾ തന്നിട്ട് ഇവർ പറയും ഇത് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് ആക്കൂ, അതല്ലെങ്കിൽ ഇതിൻ്റെ വോയിസ് മാറ്റൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ പാസ്റ്റ് ടെൻസിലൊക്കെ കിടക്കുന്ന വാക്കുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പാസ്റ്റ് ടെൻസിലുള്ള വാക്കാണ് എന്നാണ്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആണ് എന്ന് തോന്നും. പക്ഷെ അത് പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് അല്ല, അത് സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ളൊരു സെൻറ്റൻസ് ആണ്. അത് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത്, ടു ഇൻഡിക്കേറ്റ് ദ കറൻറ്റ് പൊസിഷൻ ഓർ സ്റ്റേറ്റസ്. ഇവിടെ 2 ആവർത്തിച്ചിട്ടുണ്ട്, തെറ്റാണ്. സ്റ്റേറ്റസ് ഓഫ്, ഇവിടെ അതെ 2 ഓഫ് ആവർത്തിച്ചിട്ടുണ്ട്. ഓഫ് സമ്മൺ, അതായത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒക്കെ ഒരു കറൻറ്റ് പൊസിഷനും സ്റ്റേറ്റസും ഒക്കെ കാണിക്കുന്നതിനും, സ്റ്റേറ്റസ് ചേഞ്ച് ആവുന്നതും കാണിക്കാം, അതുപോലെ തന്നെ കറൻറ്റ് സിറ്റുവേഷൻ കാണിക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ഫോം ഉപയോഗിക്കാം. ഐ ആം വർക്കിംഗ് ആസ് ഇവിടെയാണ് ആൻ വേണ്ടത്, ആൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് കറൻ്റ്ലി. ഞാനിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഐ ആം വർക്കിംഗ്. ഓക്കെ, പക്ഷെ നമ്മളിങ്ങനെ പറയണേ ഐ ആം ആൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ല, അത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അവിടെ ആം എന്ന് പറയുന്നത് എന്താണ്, ഒരു മെയിൻ വെർബായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഐ ആം വർക്കിംഗ് ആസ് ആൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്കിംഗ് ആണ് മെയിൻ വെർബ്, ആം എന്ന് പറയുന്നത് എന്താണ്, ഓക്സിലറി വെർബ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഐ ആം വർക്കിംഗ് ആസ് ആൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് കറൻ്റ്ലി. അപ്പം നമ്മുടെ ഈ സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ, അത് കഴിഞ്ഞിട്ട് വെർബിൻ്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫോം ഉണ്ടല്ലോ, അത് നമ്മൾ തീർച്ചയായും മൈൻഡിൽ നന്നായിട്ട് ഉറപ്പിക്കുക. അങ്ങനെ വന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഐ ആം എന്ന് കാണുമ്പോഴേക്കും അങ്ങോട്ട് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ല. ഐ ആം എൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ല, അത് സിമ്പിൾ പ്രസൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഐ ആം വർക്കിംഗ് ആസ് ആൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരാളുടെ കറൻറ്റ് പൊസിഷനാണ്. അത് പറഞ്ഞിരിക്കുന്ന ഫോം എന്താണ്, അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ്. ഓക്കെ, ഹീ ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ നൗ. ഓക്കെ, കണ്ടോ, വർക്കിംഗ് ഈസ് ഒരു ഓക്സിലറി വെർബാണ്. സബ്ജക്റ്റിന് ശേഷം മെയിൻ വെർബിൻ്റെ ING ഫോമിന് മുന്നായിട്ട് എന്തുണ്ട്, കണ്ടിന്യൂറ്റിന് കാണിക്കുന്ന ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. ഓക്കെ, ഇവിടെ നൗ ഒന്നൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇനി നൗ എന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അപ്പോൾ അത് സിമ്പിൾ പ്രസൻ്റ് അല്ലേ എന്നും ചോദിച്ചു കളഞ്ഞേക്കരുത്. ഓവറോൾ മീനിങ്ങും മാറ്റർ ഉണ്ട് കേട്ടോ. ഓവറോൾ മീനിങ്ങിനും അർത്ഥം നോക്കിയിട്ട് വേണം, അതുപോലെ തന്നെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ടെൻസിലാണ് കിടക്കുന്നതെന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഇൻഡിക്കേറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇനി ഈ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് കിടക്കുന്നത് എന്ന് കാണിക്കുന്ന ചില ഇൻഡിക്കേറ്റീവ് വേർഡ്സ് ഉണ്ട്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ കാര്യത്തിൽ കണ്ടുല്ലേ, എവ്രി ഡേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എവ്രി സാറ്റർഡേ, അല്ലെങ്കിൽ ഐ പ്രാക്ടീസ് ഓൺ സൺഡേയ്സ് എന്ന് പറഞ്ഞാലൊക്കെ എന്താ, അതൊക്കെ ഇൻഡിക്കേറ്റീവ് വേർഡ്സ് ആണ്. ഇനി ഇൻഡിക്കേറ്റീവ് വേർഡ്സ് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഏതൊക്കെയാണ്, നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദിസ് മൊമെൻറ്റ്, സ്റ്റിൽ, ടുഡേ, നൗ എ ഡേയ്സ് എക്സെട്ര. ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ വേർഡ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചറും ഉണ്ട്. അതുപോലെ തന്നെ ഈ വേർഡ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, നിങ്ങൾ ഒന്നും കൂടി ഇരുത്തിയൊക്കെ വായിച്ച് മനസ്സിലാക്കി പോയാൽ മതി കേട്ടോ. നമ്മളതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിൽ ഫ്രേസൽ വെർബ്സും ഇഡിയംസും ഒക്കെ റീൽസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററിയുടെ PSCക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഹിസ്റ്ററിയുടെ കണ്ടൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ NCERT ടെസ്റ്റുകളുടെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ PSCക്കൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ NCERT ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ. NCERT ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലാണ്, അതിൻ്റെ മലയാളം അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. വേർഡ് ബൈ വേർഡ് വായിച്ച് മനസ്സിലാക്കിപ്പിച്ച് ചർച്ച ചെയ്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മൂവിങ് ഓൺ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റൂൾസ്. നേരത്തെ പറഞ്ഞത് തന്നെ സിംഗുലർ സിംഗുലർ സബ്ജക്റ്റിനൊപ്പം ഈസ്. ഈ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് ഉണ്ടാവുന്ന, വെർബ് ഒരു സെൻറ്റൻസിൽ പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സിംഗുലർ സബ്ജക്റ്റിനൊപ്പം അല്ലെങ്കിൽ സിംഗുലറായി കണക്കാക്കപ്പെടുന്ന സബ്ജക്റ്റിനൊപ്പം എന്താണ്, സിംഗുലർ വെർബ് വരണം. പ്ലൂറലായിട്ട് കാണുന്ന ഇതിനൊപ്പം എന്ത് വരണം, സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ, അതിന് യോജിക്കുന്ന പ്ലൂറൽ വെർബിൻ്റെ ഫോം ഉപയോഗിക്കണം. പ്ലൂറൽ വെർബിൻ്റെ ഫോമോ, അങ്ങനെ ഒരു സംശയം ഉണ്ടാവാതിരിക്കാം. അപ്പോൾ വെർബിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റിൽ S or ES ചേർക്കണം എന്ന് പറയുമ്പോൾ സാധാരണ സബ്ജക്റ്റിൻ്റെ ഒപ്പം, സബ്ജക്റ്റായിട്ട് വരാനുള്ള ഒരു വാക്കിൻ്റെ ഒപ്പം S or ES ചേർക്കുമ്പോൾ അത് പ്ലൂറൽ ആവാറാണ് പതിവ്. എന്നാൽ വെർബിൻ്റെ ഒപ്പം S or ES സിമ്പിൾ പ്രസൻറ്റിൽ ചേർത്താൽ അതെന്താണാവുന്നത്, അതൊരു സിംഗുലർ വെർബായി മാറുകയാണ് ചെയ്യുന്നത്. അത്രയും കോംപ്ലിക്കേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നോക്കൂ, സിംഗുലർ സബ്ജക്റ്റിനൊപ്പം ഈസ് ഏതൊക്കെയായിരിക്കും? സിംഗുലർ സബ്ജക്റ്റ് ഹീ, ഷീ, ഇറ്റ്, ദിസ് മാംഗോ എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേര്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് നൗണായിട്ട് വരുമ്പോൾ മനസ്സിലായോ? അതായത് ഇപ്പോൾ പറയില്ലേ, നമ്മളിപ്പോൾ എന്നിട്ട് പറയുക കീയുടെ ഒരു കൂട്ടം കീ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ബഞ്ച് ഓഫ് കീ എന്ന് പറയില്ലേ, അതൊരു സിംഗുലർ സബ്ജക്റ്റായിട്ടാണ് നമ്മൾ എടുക്കുക. അങ്ങനെയുള്ള സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കും. ഇനി പ്ലൂറലാകുമ്പോഴോ ആർ ഉപയോഗിക്കണം. ഐയുടെ കൂടെ എപ്പോഴും ആം ആയിരിക്കണം. ഇതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതാണ്. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെയും ബോറാക്കുന്നില്ല. അപ്പോൾ അത്രയാണ് നമ്മൾ
പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ പോവാം. നേരെ എവിടേക്ക് പോവാം? പ്രസൻറ്റ് പെർഫെക്റ്റിലേക്ക് പോവാം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഉണ്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ്. ഈ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായത് എന്നാണ് അർത്ഥം അല്ലേ മലയാളത്തിൽ. അതായത് ഒരു വസ്തു മുഴുവനായി കഴിഞ്ഞു, അതായത് മുഴുവനായിട്ട് അത് പൂർണ്ണതയിൽ, ഒരു പ്രവൃത്തി അത് പൂർണ്ണതയിലെത്തി, അല്ലെങ്കിൽ ഒരു ആക്ഷൻ അതിൻ്റെ പൂർണ്ണതയിലെത്തി. എന്നാൽ ആ പൂർണ്ണതയുടെ ഒരു എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എന്നാൽ നിങ്ങളിപ്പോൾ പറയുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുകയല്ല, കുറച്ച് നേരത്തെ മുമ്പ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, എന്നാലും നിങ്ങൾക്കിപ്പോൾ വിശക്കുന്നില്ല, ഇനി ഭക്ഷണം ആവശ്യമില്ല. ആ ഭക്ഷണം കഴിച്ചതിൻ്റെ ഇഫക്റ്റ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. നിങ്ങളൊരു കാര്യം പഠിച്ചു, ആ പഠിച്ചത് ഇപ്പോൾ പഠിക്കുകയല്ല, കുറച്ച് നേരം മുന്നേ പഠിച്ചതാണ്, എന്നാൽ പഠിച്ചത് നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ പഠിച്ചതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാം, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വെർബിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ കഴിക്കുന്നു, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു, പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോഴോ കഴിച്ചിട്ടുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ചാടിയിട്ടുണ്ട്, ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ട്, ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്, എനിക്കത് അറിയുകയും ചെയ്യാം. ഓക്കെ, ഞാൻ പഠിച്ചിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മയുമുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. അതായത് പൂർണ്ണമായി ആ ആക്ഷൻ പൂർണ്ണമായി, അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്കുണ്ട്. ഓക്കെ, അതാണ് ആ ഒരു വെർബിൻ്റെ വ്യത്യാസം ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. നോക്കൂ, അടുത്ത സ്ലൈഡിൽ എന്താ പറഞ്ഞത്? ഇതിൻ്റെ സെൻറ്റൻസ് ഫോം എന്താണ്? ഹാസ് ഓർ ഹാവ് വരും. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്, ഉണ്ട് എന്ന് കാണിക്കുകയാണ്. ഹീ ഹാസ് ഡൺ ദ ഹോംവർക്ക്, അവൻ ഹോംവർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് ബ്രോക്കൺ ദ മിറർ, അവൾ മിറർ പൊട്ടിച്ചിട്ടുണ്ട്. ഹി ഹാസ് ഹാഡ് ദ ലഞ്ച്, അവൾ ലഞ്ച് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം V3 വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. വെർബിന് ഒരു പ്രസൻറ്റ് ഫോമുണ്ട്, പാസ്റ്റ് ഫോമുണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുണ്ട്. V3 അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എഴുതാം. അപ്പോൾ സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവ് വരണം. ഹാസ് ഓർ ഹാവ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് ഫോം ഓഫ് ഓക്സിലറി വെർബാണ് കേട്ടോ. അത് ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈസാമാർ ആയിരിക്കുന്നു, ആണ്, അല്ലെങ്കിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം കാണിക്കുന്നതെങ്കിൽ ഹാസ് ഓർ ഹാവ് ഉണ്ട് എന്നുള്ള അർത്ഥമാണ് കാണിക്കുന്നത്. ഇനി ഐ ഹാവ് എ പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേത് ടെൻസാണ്? ഐ ഹാവ് എ പെൻ. ഓക്കെ, ഐ ഹാവ് എ പെൻ, ഐ ഹാവ് എ പെൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഹാവ് ഉണ്ട് ഐയുടെ കൂടെ. ഓക്കെ, സിംഗുലർ ആണെങ്കിലും ഹാവ് ആണ് ചേരേണ്ടത്. അപ്പോൾ ഹാവ്, ഐ ഹാവ് എ പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവോ ഹാസോ കണ്ട ഉടനെ നേരെ പോയിട്ട് പറഞ്ഞേക്കരുത് ഇത് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോമിൽ കിടക്കുന്ന സെൻറ്റൻസ് ആണ് എന്നൊന്നും പറഞ്ഞേക്കരുത്. കാരണം എന്താ, ഇവിടെ ഒരു മെയിൻ വെർബില്ല, V3 വേണ്ടേ? V3 എവിടെ? ഇവിടെ V3 ഇല്ലല്ലോ. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഓക്സിലറി വെർബാണെങ്കിലും ഇതെന്ന് പറയുന്നത് V1 കിടക്കുന്നതാണ്. ഇത് V1 ആണ്, ഇവിടെ V3 ഇല്ല താനും. അപ്പം ഇത് ഏതിൽ കിടക്കുന്നതാണ്? അതിൻ്റെ കൂടെ എസ് ചേർക്കണ്ട. അപ്പം എന്തിൽ കിടക്കുന്നതാണ്? ഇതൊരു സിമ്പിൾ പ്രസൻറ്റ്, എൻ്റെ കയ്യിൽ പേനയുണ്ട്. കണ്ടോ? ആ ഒരു അർത്ഥത്തിലാണ് ഇത് വരുന്നത്, ഈ സെൻറ്റൻസ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ഫോമിൽ കിടക്കുന്ന സെൻറ്റൻസ് ആണ്. ഈ നേരത്തെ ഞാൻ ഈസാമാറുകൾ വരുമ്പോഴേക്കും നേരെ പോയിട്ട് അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെന്ന് പറയരുതെന്ന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുത്തെ സെൻറ്റൻസ് ഫോം? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3, വെരി ഇമ്പോർട്ടൻറ്റ്. V3 മെയിനായിട്ട് സാധാ സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത് ഈ പെർഫെക്റ്റ് ടെൻസിൽ തന്നെയാണ് കേട്ടോ. സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റിലൊക്കെയാണ് നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ V3 കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ.
ഇനി എന്തൊക്കെയാണ് റൂൾസ് എന്ന് പറയുന്നത്? സിംഗുലർ സബ്ജക്റ്റിനൊപ്പം ഹാസ് ആയിരിക്കണം. ഐയുടെ ഒപ്പം പക്ഷേ ഹാസ് ആയിരിക്കണോ? അല്ല, ഐയുടെ ഒപ്പം ഹാവ് ആണ്. ഐ ഹാവ് എ പെൻ. അത് സിമ്പിൾ പ്രസൻറ്റിലാണ്. ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്സ്. ഞാൻ എൻ്റെ ഹോംവർക്ക്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഐയുടെ കൂടെ എന്താ വന്നിരിക്കുന്നത്? ഹാവ് ആണ്. ഇനി പ്ലൂറൽ സബ്ജക്ട്സിനൊപ്പം ഹാവ് ആണ് വരേണ്ടത്. സിംഗുലർ സബ്ജക്ട്സിനൊപ്പം അല്ലെങ്കിൽ സിംഗുലർ ആയിട്ട് കണക്കാക്കുന്ന സബ്ജക്ട്സിനൊപ്പം എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹാസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി പ്ലൂറലായിട്ട് കാണുന്ന സബ്ജക്ട്സിനൊപ്പം ഹാവ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് മോർ ദാൻ ഇനഫ് ക്ലിയർ ആയിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. ഇനി അടുത്തത്, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ഹാപ്പൻഡ് ഇൻ ദ നിയർ പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ് ഈസ് സ്റ്റിൽ ദെയർ. നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നിയർ പാസ്റ്റിൽ, അതായത് കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്തത് അല്ല, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തതൊന്നല്ല. എന്നാൽ കുറച്ച് അതായത് ചിലപ്പോൾ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചതാണ്, എനിക്ക് വേണ്ട. ചായ കുടിക്കുന്ന സമയത്ത് ആരെങ്കിലും ചോറ് വയ്ക്കണമെങ്കിൽ ഞാൻ പറയുകയാണ് ഞാൻ ഭക്ഷണം ലഞ്ച് കഴിച്ചിട്ടുണ്ട് എന്ന് പറയില്ലേ, എനിക്ക് അതന്നെ വിശക്കുന്നില്ല. അങ്ങനെ നിയർ പാസ്റ്റിൽ സംഭവിച്ചൊരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ആ ആക്ഷനെ ഏത് ടെൻസിലാണ് പറയുക? അത് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് നമ്മൾ പറയുക. ഹി ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. നമുക്ക് സബ്ജക്റ്റ് ഉണ്ട്, സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് അത് ഹാസ് ആണ്. എന്നിട്ട് എന്തുണ്ട്? ഗോയുടെ V3, ഗോ, വെൻറ്റ്, ഗോൺ. ഓക്കെ, അപ്പോൾ V3 ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ദെയർ പ്ലെയിൻ ഹാസ് ജസ്റ്റ് ലാൻഡഡ്. ഇവിടെ നൗ വേണമെന്നില്ല, ജസ്റ്റ് എന്നുള്ള വാക്കുള്ളതുകൊണ്ട് ലാൻഡഡ് മതി. ദെയർ പ്ലെയിൻ ജസ്റ്റ് ലാൻഡഡ്. ഐ ഹാവ് റിട്ടൺ ഇറ്റ്. ഞാനത് എഴുതിയിട്ടുണ്ട്. അവരുടെ പ്ലെയിൻ ഇപ്പോൾ തന്നെ ലാൻഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൻ തൊട്ട് മുന്നേ പുറത്ത് പോയിട്ടുണ്ട്. പുറത്ത് പോയി എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം സെയിം തന്നെയാണ്. ഞാൻ ആ വെർബിൻ്റെ ആ ഒരു ശരിയായിട്ടുള്ള ഒരു മീനിങ് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇനി അടുത്തത്, ടു എക്സ്പ്രസ് എ പാസ്റ്റ് ആക്ഷൻ ദ ടൈം ഓഫ് വിച്ച് ഈസ് ഇൻഡെഫിനിറ്റ് ആൻഡ് ഇൻഎക്സ്പ്രസിബിൾ. അതായത് നമ്മൾ പറയാണ് ഒരാളെ ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറയില്ലേ, അതായത് പാസ്റ്റിൽ അത് എപ്പോഴാണ് നടന്നത് അല്ലെങ്കിൽ അത് എപ്പോഴാണ് കൃത്യമായിട്ട് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ പാസ്റ്റിൽ എപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാം അത് സംഭവിച്ചിട്ടുണ്ടെന്ന്, ഞാനത് അവളെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്, ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ എന്നാണ് കേട്ടോ, എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ആ കൃത്യമായിട്ട് എപ്പോഴാണ് അത് നടന്ന ഡേറ്റും ടൈമൊന്നും ഓർമ്മയില്ല എന്നുണ്ടെങ്കിലും എന്നാൽ അത് നമുക്കറിയാം, അത് ഉറപ്പായിട്ട് നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം, ഒരു നിയർ പാസ്റ്റിൽ നടന്നിട്ടുണ്ടെന്ന് അറിയാം. അതിനെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഐ ഹാവ് സീൻ ഹെർ. ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്, ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, അത് ഉറപ്പാണ്. എവിടെയാണ് എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയില്ലേ, അത് നമുക്ക് എപ്പോൾ പറയാം? ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. ഷീ ഹാസ് വിസിറ്റഡ് ദ പ്ലേസ്. അവൾ ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഐ ഹാവ് പാസ്ഡ് മൈ എക്സാമിനേഷൻ. ഞാൻ എൻ്റെ പരീക്ഷ ജയിച്ചിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ റൂള് അല്ലെങ്കിൽ ഈ യൂസേജ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഹിൻഡിങ് വേർഡ്സ് ഏതൊക്കെയാണ്? ഓൾറെഡി, ജസ്റ്റ്, റീസെൻ്റ്ലി, ലേറ്റ്ലി, യെറ്റ്, എവർ, നെവർ, സോ ഫാർ, ടിൽ നൗ, സിൻസ്, ഫോർ. ഇതൊക്കെ എന്താണ്? ഹിൻഡിങ് വേർഡ്സ് ആണ്. മെയിനായിട്ട് നിങ്ങൾ ഇതിൻ്റെ യൂസേജും സെൻറ്റൻസ് സ്ട്രക്ചറും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഹിൻഡിങ് വേർഡ് ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥവും അത് ഏത് ടെൻസ് ഫോമാണ് എന്നുള്ള സെൻറ്റൻസ് ഫോമാണ്, അത് ഏത് ടെൻസ്, അതിൻ്റെ അർത്ഥം എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവും. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതുമൂലവും നമുക്ക് മനസ്സിലാക്കാം ഈ സെൻറ്റൻസുകൾ ഏത് ടെൻസിലാണ് കിടക്കുന്നത്. ഈ വാക്കുകൾ കാണുമ്പോഴും നമുക്ക് ഒന്ന് ഊഹിക്കാൻ കഴിയും. അറിയില്ലെങ്കിലും ഇപ്പം മറന്നുപോയി എന്നുണ്ടെങ്കിലും ഊഹിക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് പറയണത്. ഇൻ നെക്സ്റ്റ്, സിൻസ്, ഫോർ ആൻഡ് ഫോർ. ഇത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ സമയത്തും നമുക്ക് അപ്ലിക്കബിൾ ആണ്. സിൻസ് ആൻഡ് ഫോർ പലർക്കും കൺഫ്യൂഷനുള്ളൊരു സാധനമാണ്. സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡേറ്റ് ഓർ ടൈം പറയണം. ഐ ഹാവ് വെയിറ്റഡ് ദെയർ സിൻസ് ലാസ്റ്റ് മൺഡേ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് മൺഡേ മുതൽ ഇക്കഴിഞ്ഞ അവസാനത്തെ തിങ്കളാഴ്ച മുതൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കൃത്യമാണ്. ആ മൺഡേ അല്ലെങ്കിൽ ഏതോ ഒരു ദിവസം എന്നല്ല പറയണേ, മൺഡേ, ലാസ്റ്റ് മൺഡേ. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തൊന്ന് നോക്കുമ്പോൾ ലാസ്റ്റ് മൺഡേയിൽ മുതൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
ഹി ഹാസ് ജോയിൻഡ് ദ ഫീം സിൻസ് ലാസ്റ്റ് മന്ത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം മുതൽ അവൻ ഈ ഫീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? എന്നാൽ ഒരു ഡ്യൂറേഷൻ, ഒരു കാലയളവിനെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആണ് ഉപയോഗിക്കുക. അതായത് ഐ ഹാവ് വെയിറ്റഡ് ഫോർ എ മന്ത്. ഞാൻ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഹി ഹാസ് റിട്ടൺ ഇറ്റ് ഫോർ എ ഇയർ. ഒരു വർഷത്തോളം അത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഒരു വർഷത്തോളം അത് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മന്തോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട ആ ഓളം, ആ ഒരു ഡ്യൂറേഷൻ സൂചിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, സിൻസും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും കൂടി പഠിക്കണം. വെറുതെ ആവശ്യമില്ലാതെ ഇതാവും, കുറച്ച് ലെങ്ത്ത് കൂടുള്ളൂ, അല്ലാണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പോസ് ചെയ്ത് വായിക്കാനാണ് നമുക്ക് സാധിക്കുമല്ലോ. അതുപോലെ തന്നെ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയും കുറച്ചും ഒക്കെ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് സൈഡിലുള്ള സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടുള്ള സെറ്റിങ്സിൽ പോയി നമുക്കതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ ഉണ്ട് പെർഫെക്റ്റും ഉണ്ട്, കണ്ടിന്യൂസും വരുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താ പറഞ്ഞത്? ഒരു കാര്യം തുടങ്ങി അത് കുറച്ച് സമയത്തേക്ക് നീണ്ടു നിൽക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തിന്നുകൊണ്ടിരിക്കുന്നു, മിണ്ടിക്കൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റിൽ എങ്ങനെയാണ് ഞാൻ പറഞ്ഞേ? ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മിണ്ടിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, തിന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്, മിണ്ടിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണല്ലോ പറയണേ പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുന്ന വെർബുകൾ. അങ്ങനെയല്ലേ അർത്ഥം കൺവേ ചെയ്യുന്നത്. എന്നാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്താണ്? ഈ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയർ പാസ്റ്റിൽ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം അത് തുടർന്നിരിക്കണം. അതായത് പാസ്റ്റിൽ തുടങ്ങുകയും എന്നാൽ അതിൻ്റെ ആക്ഷൻ ഇപ്പോഴും തുടർന്നു. ഇഫക്റ്റ് അല്ല ഉദ്ദേശിക്കണേ, അതിൻ്റെ ആ തുടങ്ങിയ ആ കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തിൽ പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്തായിരുന്നു? നിയർ പാസ്റ്റിലൊരു കാര്യം തുടങ്ങിയിട്ട് അത് ഇപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ വിശപ്പില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിച്ച കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്, ഹോംവർക്ക് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അതാണ്. എന്നാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ ആക്ഷൻ ഇപ്പോഴും വർത്തമാനകാലത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? തുടർന്ന് പോകുന്നുണ്ട്. അതിന് കുറച്ച് കാലം കൂടി അങ്ങ് തുടരും. ഓക്കെ, അത് ഇന്ന് നിൽക്കുന്നതല്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരർത്ഥത്തിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ വെർബ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വരിക? സിമ്പിൾ പ്രസൻറ്റിൽ ചെയ്യുന്നു. ഒരു വെർബ് എടുക്കുകയാണെങ്കിൽ തിന്നുന്നു, അല്ലെങ്കിൽ പഠിക്കുന്നു എന്ന് എടുക്കാം, പഠിക്കുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരുമ്പോഴോ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുമ്പോഴോ പഠിച്ചിട്ടുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോഴോ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ? ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പഠിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. എന്നാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് മുമ്പും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു നിയർ പാസ്റ്റിലാവണമെന്നില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്ത് ടെൻസിൽ തന്നെ പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ തന്നെ പറയാവുന്നതാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യാം അടുത്ത സ്ലൈഡിലേക്ക്. ഓക്കെ, അരമണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഈ ഒരു വീഡിയോ. സെൻറ്റൻസ് ഫോം എന്താണെന്ന് വേഗം നോക്കാം. നോക്കൂ, പ്രസൻറ്റ് പെർഫെക്ഷൻ കാണിക്കണം. പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ കാണിക്കാനായിട്ട് ഹാസ് ഓർ ഹാവ് ഉണ്ട്, ബീനുണ്ട്. എന്തിനെ കാണിക്കാൻ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂറ്റീനെ കാണിക്കാൻ ബീനും ING ഫോമും ഉണ്ട്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്. സബ്ജക്റ്റിനനുസരിച്ച് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയും ഐയുടെ കൂടെയും എന്ത് ചേരും? ഹാവും ചേരും. അതിനുശേഷം ബീൻ എന്നുള്ള വാക്ക്, ബീയിങ് അല്ല ബീൻ എന്നുള്ള വാക്ക്. പിന്നെ ഇവിടെ നോക്കൂ, കണ്ടിന്യൂറ്റിനെ കാണിക്കുന്ന വെർബാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്കിവിടെ V3 അല്ല ഉപയോഗിക്കുന്നത്, ING ഫോം ഓഫ് ദി വെർബാണ്.
മനസ്സിലായോ? ING ഫോം ഓഫ് ദി വെർബും പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റും. അങ്ങനെയാണ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ കിടക്കുന്നത്. ടു ഡിനോട്ട് ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂയിങ് അറ്റ് പ്രസൻറ്റ് വെൻ ദ സ്പീക്കിംഗ് ഈസ് ഹാപ്പനിങ്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് കണ്ടിന്യൂ ചെയ്ത് അതായത് ഞാൻ എഴുതുന്നുണ്ട്, ഞാനൊരു ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴും ഞാനിത് പറയണ സമയത്ത് ഞാനത് പേനെടുത്ത് പേപ്പറിൽ എഴുതുന്നു എന്നുള്ള അർത്ഥമല്ല. അതും ഒരു പ്രസൻറ്റ് സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ് എങ്കിലാണ് നമുക്കിത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പറ്റുക. ഒരു ആക്ഷൻ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും അത് ഞാൻ തുടരുന്നുണ്ട്. ഹാബിറ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മളിപ്പോൾ പാസ്റ്റ് തുടങ്ങി പ്രസൻറ്റിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓൾ നൈറ്റ്. നോക്കൂ, ഈ നൈറ്റിന് മുന്നേ തുടങ്ങിയൊരു മഴ അത് ഈ നൈറ്റും ഇപ്പോഴും തുടരുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഓൾ നൈറ്റ്. ദേ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് സിൻസ് 2018. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ദ ആർട്ടിക്കിൾ ഫോർ എ ഇയർ നൗ. ഓക്കെ, ഈ നവൊക്കെ കാണുമ്പോൾ ചുമ്മാ കയറി അങ്ങ് അത് വേഗം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിച്ച് കളഞ്ഞേക്കരുത്. അതങ്ങനെയല്ല, നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചറും കൂടി നോക്കിയിട്ട് വേണം ഇത് കൺഫേം ചെയ്യാനായിട്ട്. ഹാവ് ഉണ്ട്, ബീനുണ്ട്, യുടെ ING ഫോം ഉണ്ട്, വെർബിൻ്റെ ING ഫോം ഉണ്ട്, സബ്ജക്റ്റിനനുസരിച്ച് ഹാവ് വന്നിട്ടുണ്ട്. ഇത് നോക്കേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ സംസാര ഭാഷയുടെ ഒരു ഡയലോഗ് നമ്മൾ പറയുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ എപ്പോഴും ഗ്രാമറിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും നോക്കിയിട്ടായിരിക്കില്ലല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നവ്, കറൻ്റ്ലി എന്നൊക്കെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കും. പക്ഷേ സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റായിട്ട് നോക്കുമ്പോഴാണ് നമ്മളത് ഏത് സെൻറ്റൻസ് ആണ്, ഏത് ടെൻസ് ഫോമിലുള്ള സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതൊക്കെ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിലും അതുപോലെ തന്നെ വോയിസ് മാറ്റേണ്ടിയൊക്കെ വരുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഫിനിഷ് ചെയ്യാണ്. ഞാനൊന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാ ടെൻസുകളും, എല്ലാ കാലങ്ങളും, പാസ്റ്റ് ആയിക്കോട്ടെ ഫ്യൂച്ചർ ആയിക്കോട്ടെ, എല്ലാം 4 തിരിക്കുന്നത്. എന്താണ്? സിമ്പിൾ, അതുപോലെ തന്നെ കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസൻറ്റിൽ എങ്ങനെയാണ്? യൂണിവേഴ്സൽ ട്രൂത്ത്, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, മാറാത്ത സത്യങ്ങൾ, ഒരു കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഉറപ്പായിട്ട് നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്തിൽ പറയാം? സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. അപ്പോൾ അതിന് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ SOS ചേർക്കണം. ഐ ഇനി ഒരു സിംഗുലർ സബ്ജക്റ്റായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് വെർബിൻ്റെ കൂടെ SOS ചേർക്കേണ്ട. പ്ലൂരലിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ വെർബിനെ ഉപയോഗിക്കാവുന്നതാണ്. അതാണ് സിമ്പിളിന് വരുന്നത്. ഇനി കണ്ടിന്യൂസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആറ്, പിന്നെന്താ ING ഫോം ആണ് വരുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്. ഓക്കെ, ഇതാണ് ഉപയോഗിക്കുന്നത്. ഇനി പെർഫെക്റ്റിൽ വരുമ്പോൾ, പ്രസൻറ്റ് പെർഫെക്റ്റ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ്, ഹാവ്, പിന്നെന്താ വിയുടെ ഏത് ഫോമാണ്? വെർബിൻ്റെ V3 പ്ലസ് ഒബ്ജക്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് വരും. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത്? സബ്ജക്റ്റ്. പെർഫെക്റ്റിനെ കാണിക്കാനായിട്ട് ഹാസ്, ഹാവ്. ഇനി പ്ലസ് എന്ത് ചേർക്കണം? ബീൻ ചേർക്കണം. പിന്നെ എന്ത് ചെയ്യിക്കണം? V3 ആണോ? അല്ല, വിയുടെ കൂടെ ING വരുന്ന കണ്ടിന്യൂറ്റിനെ സൂചിപ്പിക്കുന്ന വെർബ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ING ഫോം ഓഫ് ദി വെർബ് ആണ് ഉപയോഗിക്കേണ്ടത്. ഒബ്ജക്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറന്നു പോകുന്നുണ്ടെങ്കിൽ പലവട്ടം കാണാം, നോട്ട്സ് എഴുതി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പല ഇനിയും കൂടുതൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതൽ ഇതുപോലത്തെ വീഡിയോകൾക്കായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.